ഫിസിക്കലായും സ്പിരിച്വലായും അവർക്ക് ഒരു തുല്യരാണ് എന്ന വാദം 100% തെറ്റാണ്. 100% തെറ്റാണ്. അല്ല, ഫിസിക്കലായി 100% തുല്യരല്ല. അപ്പൊ ഈ ഭൗതിക ഇന്നത്തെ സൗകര്യങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആണെന്ന് തുല്യരാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാവിധ രീതികളെയും നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒളിമ്പിക്സിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, തുല്യരാണ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഫുട്ബോൾ കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ബാഡ്മിന്റൺ കളിക്കുന്ന പെണ്ണുങ്ങൾ, ഇതൊക്കെ തുല്യരാണ് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അവിടെ തന്നെ നമ്മൾ വിവേചനം കളിക്കുന്നുണ്ട്. എന്താ വിവേചനം? സ്പോർട്സിൽ പെണ്ണിന് വേറെ ടീമും ആണ് പറയാണ്. അതെന്തേ? ഫിസിക്കലായി രണ്ടും തുല്യരല്ല നമ്മൾ അംഗീകരിക്കും. പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പക്ഷെ പെണ്ണുങ്ങളും ആണുങ്ങളല്ല കളിക്കുന്നത്. ആരാണ്? പെണ്ണ് പറയും, ആണ് പറയാണ്. എങ്ങാനും ഒരു ടീമിൽ ആണുങ്ങളുടെ ടീമും പെണ്ണുങ്ങളുടെ ടീമും കളിച്ചിട്ട് പെണ്ണുങ്ങളുടെ ടീം തോറ്റാൽ ഉടനെ പെണ്ണുങ്ങൾ എന്താ പറയാ? നമ്മൾ പെണ്ണുങ്ങളെ, നമ്മൾക്ക് അങ്ങനെയല്ലേ കഴിയുള്ളൂ. അപ്പൊ കാല് മേലക്കാൻ ഉപയോഗിക്കും. അത് അല്ലേ? സത്യല്ലേ? ഈ പെണ്ണും ആണും കൂടി ഒരു ടീമാക്കിയാൽ പോലും പന്ത് നേരെ ഗോളിയുടെ അടുത്തേക്ക് വന്നാൽ ഗോളി എന്താ പറയാ? ആ ഡിഫൻഡ് നിന്നത് പെണ്ണായിരുന്നു. അവിടെ ഞാൻ ആണാണ് അവൾ വിചാരിച്ച് നോക്കുമ്പോ പെണ്ണാണ്. നടക്കൂല. പന്ത് അവിടെ നിന്ന് പ്രതിരോധിച്ച് അടുത്ത അങ്ങ് പോസ്റ്റിലേക്ക് ഇടാൻ ഓൾക്ക് കഴിയൂല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓളെ കണ്ണിട്ട് നോക്കി ചൂടായിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് പോയിക്കൂടെ? ഞാൻ പലവട്ടം പറഞ്ഞതാണ്. മനസ്സിലായോ? എന്ത് ഈ പറഞ്ഞവരൊക്കെ അംഗീകരിക്കും പെണ്ണും ആണും ഫിസിക്കലി തുല്യരല്ല. പലതുണ്ട്. പ്രദർശനങ്ങളിൽ വരെ പങ്കെടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ആണും പെണ്ണും. മനസ്സിലായോ പറഞ്ഞത്? അത് രണ്ടാണ്. ഒരാണും പെണ്ണും പിടുത്തം കൂടിയിട്ട് പെണ്ണ് തോറ്റാൽ പോലും നമ്മൾ ആ ദയോടുകൂടെ നോക്കുക. ഓൻ്റെ തന്നെ മോശം, ഓൻ ആ പെണ്ണിനോട് അനുസരിക്കുക, ആൺകുട്ടിയോട് അനുസരിക്കട്ടെ. അങ്ങനെയല്ലേ പറയാ? പിന്നെ അത് ശരിക്കും വർത്തമാനം പറയാൻ അതൊക്കെ പറ്റും. പക്ഷെ അതേ സമയത്ത് നടപ്പിലാവൂല. 2018 ഇവിടെ എന്തുണ്ടായി? വെള്ളപ്പൊക്കം ഉണ്ടായി. പെണ്ണുങ്ങളെ മുഴുവൻ നമ്മൾ കണ്ടത് അഭയാർത്ഥി ക്യാമ്പിലാണ്, ആണുങ്ങളെ കണ്ടത് തോണിപ്പുറത്ത്. മനസ്സിലായില്ല? പെണ്ണുങ്ങൾക്ക് കുഞ്ഞെന്നോർക്കണടുത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് കുഞ്ഞെന്നോ? മനസ്സിലായില്ല? തോണി കയറാൻ ഒരു ആളുടെ ഗ്യാപ്പും സൗകര്യം ഉണ്ടായപ്പോൾ അവിടെ ഒരു പെണ്ണിന് കുഞ്ഞില്ലല്ലോ. ഒരു പെണ്ണിനെ കുനിച്ച് നിർത്തിയാൽ നാടാകെ തല്ലുണ്ടാവുമല്ലോ. എന്തേ ഒരു പെണ്ണിനെ മാത്രമേ കുറിച്ചിർത്താനുള്ളൂ? അവിടെ പലരും പെണ്ണുങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കിയപ്പോൾ ഈ പുഴയിൽ മുഴുവൻ, ഈ വലിയ മലവെള്ളത്തിൽ മുഴുവനും തോണിയെടുത്ത് കറങ്ങിയതാരാ? ആണുങ്ങൾ. ഒരു പെണ്ണ് കറങ്ങിയതായ ചരിത്രമില്ലല്ലോ, എവിടെ ഉണ്ടായില്ലല്ലോ. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഇഷ്ടംപോലല്ലേ? എല്ലാ സന്നദ്ധ സംഘടനകളും എന്ത് ചെയ്തു? അഭയാർത്ഥി ക്യാമ്പില് ആണുങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം പാകപ്പെടുത്തുന്നവരായിരിക്കും. പക്ഷെ എവിടുന്ന ഭക്ഷണം കിട്ടാൻ അന്വേഷിച്ചു ആരണ്യ? ആണുങ്ങള്. അവര് അവിടെ ഇവിടെയും പോയി തോണി എടുത്തും കറങ്ങിയും ഭക്ഷണം കൊണ്ടുവന്നു. അതും കണ്ട് അവര് ടി വി കണ്ടുവിടുന്നു, ഡാൻസിങ് കളിച്ചോടെ കിടന്നു. അല്ലേ? എന്തുകൊണ്ട് ഫിസിക്കലി തുല്യരല്ല? എല്ലാവർക്കും അറിയാം. ഒരു പെണ്ണിന് സബ് ഇൻസ്പെക്ടർ ആയിക്കൂടെ? സർക്കിൾ ഇൻസ്പെക്ടർ ആകാം. ആണുങ്ങളോട് ഷൗട്ട് ചെയ്യൂടെ? ചെയ്യാം. പക്ഷേ അങ്ങനെ ഷൗട്ട് ചെയ്യണമെങ്കിൽ പോലും അവൾ ആരെ ധൈര്യത്തിലായിരിക്കും? മനസ്സിലായില്ല? ആണുങ്ങളായ സഹ പോലീസുകാരുടെ ധൈര്യത്തിലാണ് ഈ സബ് ഇൻസ്പെക്ടറായ പെണ്ണ് ഷൗട്ട് ചെയ്യാം. അവൾക്കാകാൻ. പക്ഷെ ധൈര്യം മറ്റോണ്ടാണ്. മറ്റോനവിടെ ഇല്ലെങ്കിലോ? എല്ലാ രംഗത്തും അങ്ങനെയാണ്. ഇപ്പൊ പെണ്ണും കക്കും, ആണും കക്കും. എന്താ വ്യത്യാസം? ആണ് എന്ത് അഡ്വഞ്ചർ എടുത്തും കക്കും. പെണ്ണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇവിടെ കയറ്റി വെക്കും. അതാണ് ആണിന്റെ കൊള്ള. പെണ്ണിന്റെ കൊള്ള. ആണിന്റെ കൊള്ള അങ്ങനെയല്ല. ആണ് ലൂട്ട് ചെയ്യും, കറങ്ങിയിട്ട് എവിടെയെങ്കിലും കുത്തി കയറി സാധനം എടുക്കും. അങ്ങനെ പെണ്ണുങ്ങൾ വളക്കണം നമുക്ക് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പെണ്ണ് നടന്നാൽ മര്യാദ തിരിച്ചെത്തൂല്ല. എന്തുകൊണ്ട്? ഫിസിക്കലി അവർ തുല്യർ അല്ല. അപ്പൊ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഒരു അത്ഭുതകരമായ റിപ്പോർട്ട്, എന്നാൽ വളരെ അത്ഭുതകരമായ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം.
ഡെയിലി ബീസ്റ്റിൻ്റെ റിപ്പോർട്ടാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പത്രമായ ഡെയിലി ബീസ്റ്റിൻ്റെ റിപ്പോർട്ടാണ്. Judge dismisses epidemic of rape in military case. അതായത് അമേരിക്കൻ പട്ടാളത്തിലുള്ള റേപ്പ് കേസുകൾ കോടതികൾ പോലും തള്ളിക്കളയുന്നു. എപ്പിഡമിക് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു മഹാമാരി പോലെ സാധാരണയായി തീർന്നു, ഡിസീസ് പോലെ, ഒരു മഹാമാരി, ഒരു രോഗം പോലെ. അത് രോഗമാണ്. എന്ത്? പെണ്ണിനെ റാപ്പ് ചെയ്യുക. എവിടെ? അമേരിക്കൻ മിലിറ്ററിയിൽ. ജഡ്ജ് ഡിസ്മിസസ് എപ്പിഡമിക് ഓഫ് റേപ്പ് ഇൻ മിലിറ്ററി കേസ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെയിലി ബീസ്റ്റാണ്, അമേരിക്കൻ പത്രമാണ്. ഇത് പുറത്തു വരുന്നത് 2011 വരുന്ന ഒരു റിപ്പോർട്ടാണിത്. 2011 വന്ന ഒരു റിപ്പോർട്ടാണ്. ഡിസംബർ 13, 2011. ജഡ്ജ് ഡിസ്മിസസ് എപ്പിഡമിക് ഓഫ് റേപ്പ് ഇൻ മിലിറ്ററി കേസ്. എന്നിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന വാക്ക്, 2011 report found that women in the US military were more likely to be raped by fellow soldiers than they were to be killed in combat. അതായത് 2011 റിപ്പോർട്ട് പറയാണ്. അതായത് റിപ്പോർട്ട് ഫൗണ്ട് ദാറ്റ് വുമൺ ഇൻ ദ US military, അമേരിക്കൻ പട്ടാളത്തിലെ സ്ത്രീ പട്ടാളക്കാരികളെ സംബന്ധിച്ചിടത്തോളം were more likely to be raped by fellow soldiers. അതായത് സഹപട്ടാളക്കാരെക്കാൾ കൊണ്ട് അവർ റേപ്പ് ചെയ്യപ്പെടുന്ന സാഹചര്യം than they were to be killed in combat. യുദ്ധത്തിൽ അവർ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് സഹപട്ടാളക്കാരെക്കാൾ റേപ്പ് ചെയ്യപ്പെടലാണ്. അതായത് യുദ്ധത്തിൽ അവർ കൊല ചെയ്യപ്പെടുന്നതല്ല അവരുടെ പ്രശ്നം, പിന്നെന്താണ്? ഏത് സമയവും പട്ടാളക്കാരാൽ അവർ റേപ്പ് ചെയ്യപ്പെടും. ഇത്തരം കേസുകൾ കോടതിയും തള്ളിക്കളയും. കാരണം സർവത്തുണ്ടേതാ. അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അമേരിക്കൻ പട്ടാളക്കാർ സെക്കൻഡ് വേൾഡ് വാറിലോ ഫസ്റ്റ് വേൾഡ് വാറിലോ ഒന്നും ഓർമ്മയില്ല. സെക്കൻഡ് വേൾഡ് വാറിൽ എൻ്റെ ഓർമ്മ. പിന്നെ ഫ്രാൻസിലെ ഒരു കന്യാമണ്ഡത്തിൽ കയറിയ ഒരു സംഭവമുണ്ട്. ഫ്രാൻസിലൊരു കന്യാമഠത്തിൽ കയറിയ ഒരു സംഭവം, സെക്കൻഡ് വേൾഡ് വാറോ ഫസ്റ്റ് വേൾഡ് വാറോ എനിക്ക് ഓർമ്മയില്ല, ഏതായാലും ഒരു സംഭവം. ആ സംഭവത്തിൽ എന്താണ് അതായത് അമേരിക്കൻ പട്ടാളക്കാർ വിജിഗീഷികളായിട്ട് വരികയാണ്. ആ രാജ്യത്തിനെ രക്ഷപ്പെടുത്തി വരികയാണ് ഇവർ. അപ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ്. എന്ത്? ഒരു കന്യാമഠത്തിലെ കന്യാസ്ത്രീ. ഈ പട്ടാളക്കാർ എന്ത് ചെയ്തു? ആ കന്യാമഠത്തിലെ മുഴുവനും കന്യാസ്ത്രീകൾ റേപ്പ് ചെയ്തു. അതായത് എതിരാളികളല്ല. ആര്? മനസ്സിലായില്ല? സ്വന്തം സഹായികൾ എന്ന് വിചാരിച്ച് അവർക്ക് എല്ലാവിധ ഹൃദയം തുറന്ന് പിന്തുണ കൊടുത്ത് അവരെ സ്വീകരിച്ചു. ആ സ്വീകരിച്ച വനിതകളെ മുഴുവനും ഇവരെന്ത് ചെയ്തു? റേപ്പ് ചെയ്തു. അതേസമയത്ത് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും സ്ത്രീ സോൾജേഴ്സ് കയറിയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കയറി ആണുങ്ങൾ റേപ്പ് ചെയ്ത ചരിത്രമില്ല. തിരിച്ചുണ്ടാകാലോ. മനസ്സിലായില്ല? അതിനെന്താ പറയുന്ന ന്യായം? അതിന് ന്യായം പറയുന്നത് എന്താണെങ്കിൽ 6 മാസമായിട്ട് ഈ മിലിറ്ററി സോൾജേഴ്സ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായി അവർക്ക് പെണ്ണായി കിട്ടുന്നത് ആരെയാണ്? ഈ കന്യാമഠത്തിൽ. അവനെ കന്യാമഠമൊന്നും അവർ നോക്കിയില്ല, അവർ റേപ്പ് ചെയ്തു. എങ്കിൽ തിരിച്ചുണ്ടല്ലോ, മിലിറ്ററിയിൽ അന്ന് തന്നെ ആരുണ്ട്? പെണ്ണുങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും അമേരിക്കൻ മിലിറ്ററി അവരും അവരെ പുരുഷന്മാരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. എന്നിട്ട് ആണുങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ കോളേജിലോ കയറിയിട്ട് ഗേറ്റൊക്കെ പൊട്ടിയിട്ട് ഇവരെ നമുക്ക് മുഴുവൻ റാപ്പ് ചെയ്യണമെന്നുണ്ട്. ഈ സോൾജേഴ്സായ പെണ്ണുങ്ങൾ വന്നിട്ട് ആണുങ്ങൾ റാപ്പ് ചെയ്ത ചരിത്രം ഇല്ലല്ലോ. എന്തുകൊണ്ട്? ഫിസിക്കലി ഇവർ തുല്യർ അല്ല. ഇപ്പൊ നിങ്ങൾ അമേരിക്കൻ പട്ടാളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, അമേരിക്കൻ പട്ടാളത്തിന്റെ ഒരു അവസ്ഥയെ പിന്നെ എന്താ പറയുന്നത്, NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024 റിപ്പോർട്ടാണ് NBC ന്യൂസിന്റെ റിപ്പോർട്ട് പറയുന്നത്. 2023 അമേരിക്കൻ പട്ടാളത്തിലെ പെണ്ണുങ്ങൾ സഹപട്ടാളക്കാർ 73 കേസസ് ഇൻ 2023. 2023 മാത്രം സഹപട്ടാളക്കാർ റേപ്പ് ചെയ്യപ്പെട്ട പട്ടാളത്തിൽപ്പെട്ട വനിതകളുടെ 73,000-ഓളം കേസുകൾ അമേരിക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മിലിറ്ററിയിൽ സഹപട്ടാളക്കാർ റേപ്പ് ചെയ്യപ്പെടുക എന്തല്ല
സ്വാഭാവികമായ ബന്ധമല്ല. സ്വാഭാവികമായ ബന്ധങ്ങൾ എത്രയുണ്ടാവും, അതുപോലെ ചർച്ചയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മൾ വ്യഭിചാരത്തിന്റെ കണക്കല്ല എടുക്കുന്നത്. അവരുടെ ഫിസിക്കലി അവരെന്തല്ല, തുല്യരല്ല. ഇത് NBC ന്യൂസിന്റെ റിപ്പോർട്ടാണ്. 2024 വന്ന റിപ്പോർട്ടാണ്. 2024 ഓഗസ്റ്റ് 14 ഈ റിപ്പോർട്ട് NBC ന്യൂസിൽ വരുന്നത്. നിങ്ങൾക്കൊക്കെ എടുത്തു നോക്കാം. 2024 ഓഗസ്റ്റ് 14 വന്ന റിപ്പോർട്ട്. എന്നിട്ട് അവർ പറയാൻ 2023 73,695 മിലിറ്ററി വനിതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്ത് കാരണമായി? റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാരണത്തിൽ എന്നതിനെ കുറിച്ച് ഇവിടെ റിപ്പോർട്ട് പറയുന്നതാണ്. US മിലിറ്ററി സെക്ഷൽ അസൾട്ട് റേറ്റ്സ് 2 to 4 times ഹയർ ദാൻ ഗവൺമെന്റ് എസ്റ്റിമേറ്റ്സ്. അതായത് സർക്കാർ പുറത്തുവിട്ട കണക്കിനേക്കാൾ 2 ഇരട്ടിയോ ചിലപ്പോൾ 4 ഇരട്ടിയോ ആയിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇവിടെ 73,695 എന്ത്, പട്ടാളക്കാരികളായ സൈനിക വനിതകൾ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ സർക്കാരിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുള്ളത്. എന്നാൽ അതിന്റെ റേഞ്ച് 2 to 4 times ഹയർ ദാൻ ഗവൺമെന്റ് എസ്റ്റിമേറ്റ്സ് സ്റ്റഡി സൈസ്. അതായത് ബ്രൗൺ യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ നടത്തിയ പഠനത്തിൽ 2 ഇരട്ടിയോ 4 ഇരട്ടിയോ എങ്കിലും ഇത്തരം കാര്യങ്ങൾ സൈന്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി. 2023 മാത്രം വനിതകൾ റേപ്പ് ചെയ്തതായി സർക്കാർ പുറത്തുവിട്ട കണക്കാണ് എത്ര, 73,695 പട്ടാളക്കാരികൾ സഹപട്ടാളക്കാർ റേപ്പ് ചെയ്യപ്പെട്ടു. എന്നാൽ 4 ഇരട്ടിയെങ്കിലും ഉണ്ടാകാം എന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഒരു വർഷം പറയുന്നത് ഇത് ആരെ റേപ്പ് ചെയ്യണതെന്നും കൂടി ആലോചിക്കണം. നമ്മളെ നാടൻ പെണ്ണുങ്ങളല്ല, ആരെ, US മിലിറ്ററിയിലെ പെണ്ണിനെ. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ കഴിവെത്രയായിരിക്കും, മനസ്സിലായില്ല. എവിടെയും ചാടാനും മറിയാനും, മനസ്സിലായില്ലേ, ഏത് പരിസ്ഥിതിയെയും ജയിക്കാനും ആരെയും തോൽപ്പിക്കാനും ഫിസിക്കലായും മെന്റലിയും എന്ത് നിലക്കും കഴിവുള്ള അതിനുള്ള പരിശീലനവും, ഒറ്റപ്പെട്ട് പോയാലും ഏതെങ്കിലും ശത്രുവിനെ ആക്രമിക്കാൻ വന്നാൽ അവനെ മലർത്തിയടിക്കാനും ഇതിനെല്ലാം ഉള്ള എല്ലാ പരിശീലനം കിട്ടിയവരാണ് ആര്, അമേരിക്കൻ വനിതാ സോൾജേഴ്സ്. എന്നിട്ടാണ് ഒരു കൊല്ലത്തിൽ റിപ്പോർട്ട് എത്ര വരുന്നത്. നീ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ബഹുഭൂരിപക്ഷവും ഇതിൽ റിപ്പോർട്ട് കൊടുക്കൂല. എന്തുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ, ജഡ്ജികൾ ആ കാര്യം തള്ളിക്കളയാണ്. ജഡ്ജികൾ ആ കാര്യത്തിൽ കണ്ണടക്കാണ്. എന്തുകൊണ്ട്? സർക്കാർ എന്നെ കണ്ണടക്കാൻ പറയും. അതിൽ വല്ലാതെ മുറിക്കാൻ ആൺപട്ടാൾക്കാർ പിരിഞ്ഞു പോകും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൊ സർക്കാർ തന്നെ ഇതിൽ കണ്ണടക്കാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു ശതമാനം ആളുകളും എന്ത് ചെയ്യൂല, റിപ്പോർട്ട് ചെയ്യൂല. ഇനി സർക്കാരിന് കിട്ടിയ റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ 4 ഇരട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ അവസ്ഥ? എന്തുകൊണ്ട്? നമുക്ക് പറയാം, പോലീസിലുണ്ട്, പട്ടാളത്തിലുണ്ട്, പെണ്ണുങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങുണ്ട്. ആ പെണ്ണ് പോലീസുകാരി പെണ്ണ് ഒരൊറ്റ അടിയാണ് കള്ളന്റെ മുഖത്തേക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്രായേലില് പരിശോധന മുഴുവൻ സ്ത്രീകളായിരിക്കും. വലിയ മെഷീനുകൾ പിടിച്ച് ആണുങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കും. ഇങ്ങനെ ഒരു കുറ്റവാളിയെ അടിക്കുകയാണെങ്കിൽ അത് പെണ്ണുങ്ങളാണ്. എല്ലാം ചെക്ക് ചെയ്യലും മൊത്തം ചെക്ക് ചെയ്യൽ പെണ്ണുങ്ങളാണ്. ഇസ്രായേലിൽ ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, 4 ആണ് 4 പെണ്ണ്, ഇങ്ങനെ അല്ലാതെ ഒരു ചെക്ക് പോയിന്റ് ഞാൻ കണ്ടിട്ടില്ല. അതായത് ആണുങ്ങൾ മാത്രമുള്ള ചെക്ക് പോയിന്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താണ് അവരതിൽ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അത് ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിരിക്കും. 2 കാരണം ഉണ്ടാകാം. ഒന്ന്, പിന്നെ ഈ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സമയം ഒന്ന് കഴിഞ്ഞു കിട്ടിയായിരുന്നു എങ്കിൽ നിന്നുള്ള താല്പര്യം ഈ പുരുഷന് ഉണ്ടാവില്ല. അവൻ ജോലി തന്നെ എൻജോയ് ചെയ്യായിരിക്കും. ജോലിയിൽ ഒരു എൻജോയ്മെന്റ് അവൻ കണ്ടെത്തും. അപ്പൊ സ്വാഭാവികമായും ഇപ്പം നമ്മൾ 4 ആൾ കൂടി ഒരു പണിക്ക് നമ്മൾ വാച്ചിൽ നോക്കുക, എപ്പോഴാണ് പോകാന്നൊക്കെ നോക്കുക. അതേസമയത്ത് 4 പെണ്ണുങ്ങളെ കൂടെ ആണ് വെട്ടാലോ, അല്ലെങ്കിൽ 4 പെണ്ണുങ്ങളെ കൂടെ 4 ആണുങ്ങൾ വെട്ടാലോ, അപ്പം വാച്ചിൽ നോക്കൂല. അങ്ങനെ അതായത് സുബ്ഹാനല്ലാഹ്. കേരളത്തിലെ പ്രഗത്ഭനായ ഇത് മാത്രമൊന്നല്ല കുട്ടികളെ, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ജ്വല്ലറി ഉടമസ്ഥൻ ബിഫോർ 15 years 15 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. ഞങ്ങൾ ഒരു ചുളിവ് വീഴുന്നതിന് മുമ്പ് ഞങ്ങളെ ജോലിക്കാർ മാറ്റും.
നല്ല വളരെ ഉഷാറുള്ള ആളുകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ നിർത്തുള്ളൂ. അതായത് ഒരു പുരുഷന് മുഖത്തിൽ ചുളി വരിക, ഒരു മുടി നിരക്ക് ചെയ്യുമ്പോഴത്തേനും മാറ്റി പോകും. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾ കയറൂല, തിരിഞ്ഞിട്ടില്ല. നല്ല യങ്ങായ പിള്ളേരുള്ള ജ്വല്ലറിയിലല്ലാതെ ആര് കയറൂല? സ്ത്രീകൾ കയറൂല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഉടമസ്ഥൻ 15 കൊല്ലങ്ങൾക്ക് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവരോട് ചോദിച്ചു, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുക? നിങ്ങൾക്ക് ജോലിക്കാരെ കൊണ്ട് നിങ്ങൾ കുടുങ്ങൂലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നല്ല വിസ ഒപ്പിച്ചിട്ട് ഗൾഫിലേക്ക് പറഞ്ഞേക്കും, അവിടെ ജോലി നേരപ്പെടുത്തി കൊടുക്കും. കുറെ ആളുകൾ നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ? കുറെ ആളുകൾ നമ്മൾ ഗോഡൌണിലേക്ക് മാറ്റും. കുറെ ആളുകളെ സ്വർണത്തിന്റെ ഇടയിൽ എന്താവും, ആ ഗോൾഡ് സ്മിത്തിന്റെയും നമ്മളുടെ ഇടയിലുള്ള ട്രാവലിംഗിൽ ഏർപ്പെടുത്തും. നമ്മൾക്ക് തന്നെ വേറെ ചില സ്ഥാപനങ്ങളുണ്ട്, ആ ഗൾഫിൽ മറ്റും അവരേക്ക് കയറ്റും, ഷോറൂമിൽ നിർത്തൂല. അതായത് ഒരു ഭാര്യയും ഭർത്താവും തന്നെയാണ് ഷോറൂമിൽ വരുന്നതെങ്കിലും നല്ല എങ്ങായ ആളുണ്ടെങ്കിൽ മാത്രമേ പെണ്ണ് അവിടെ കയറാൻ നമ്മൾക്കുള്ളൂ. നമ്മൾ ബഹുമാനപ്പെട്ട കൊല്ലത്തിൽ 4 വട്ടം ഉംറക്കോണം മലബാറിലെ വർത്താനപ്പി പറയണത് മനസ്സിലാവുകൊണ്ട് പറഞ്ഞു ചിന്തിക്കുക. അങ്ങനെ എല്ലായിടത്തും ഓഫീസിൽ എല്ലായിടത്തും അത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ഇസ്രായേലിൽ ഒരു പെണ്ണും എല്ലാം പെണ്ണാഴ്ച, എല്ലാം പെണ്ണാഴ്ച ഒക്കെ പരിശോധന മൊത്തം പെണ്ണായിരിക്കും. പക്ഷെ മെഷീൻ കണ്ണും പിടിച്ച് AK-47 പിടിച്ച് തൊട്ടടുത്ത് ആരുണ്ടാവും? പുരുഷനുണ്ടാവും. ആ ബലത്തിൽ ആ മുഖത്ത് അടിക്കും. അതവളെ ഫിസിക്കലി കഴിവല്ല, അവൾക്ക് പിന്തുണയാണ്. ആരുടെ? പുരുഷന്റെ. അപ്പൊ ഇതൊരിക്കലും ഫിസിക്കലി ഒന്നാക്കാൻ ഒരു കാലത്ത് നമുക്ക് ഒരിക്കലും കഴിയും. വെറും പച്ചക്കളമാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ പോലും ഫെമിനിസ്റ്റുകൾ ഇന്ന് കൊണ്ടുവന്ന രീതി വളരെ ദുർബലമായ, ഒരിക്കലും സയന്റിഫിക്കലി അംഗീകരിക്കപ്പെടാനോ സ്ഥിരീകരിക്കപ്പെടാനോ ഒരു സാധ്യതയുമില്ലാത്ത തുല്യതാവാദമാണ് സത്യത്തിൽ ആര് കൊണ്ടുവരുന്നത്? ഫെമിനിസ്റ്റുകൾ കൊണ്ടുവരുന്നത്. ഒരു ന്യായവും അതിന്റെ പിന്നിലില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, പക്ഷെ ഇപ്പോൾ ഫെമിനിസ്റ്റുകൾ മതപരമായി എന്താ പറയാ, അവരുടെ പീരിയഡ് സമയത്തുള്ള മതപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസുകൾ ഉണ്ട് സോഷ്യൽ മീഡിയ. ഞാൻ അതൊക്കെ മാറ്റിയൊക്കെ ആയിക്കോട്ടെ. ഫെമിനിസ്റ്റുകൾ അതായത് മതം ഞങ്ങളെ രണ്ടാമത്തെ ഒരു കണ്ണോട് കൂടിയാണ് കാണുന്നത്, ദൈവം പോലും ഞങ്ങൾ രണ്ടാമത്തെ കണ്ണോട് കൂടിയാണ്, മതങ്ങളിൽ ആരാധിക്കാൻ പോലും ഞങ്ങൾക്ക് അർഹതല്ല എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ഉണ്ട്. എന്തിനാണ് ദൈവത്തിന് ആണോ പെണ്ണിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കുന്ന പണിയാണോ ദൈവത്തിന് എന്ന് ഒരു പെണ്ണ് ചോദിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത ദിവസം ഒരാൾ, കഴിഞ്ഞ വർഷം മറ്റൊരാൾക്ക് അയച്ചത്. അതായത് ദൈവത്തിന് പണിയെടുത്താൽ പോലെ ഞങ്ങളെ കാലിൻ്റെ ഇടയ്ക്ക് നോക്കുന്ന പണി എന്തിനാ ദൈവം എടുക്കുന്നു എന്ന് കളിയാക്കുക ആര്? പഠിച്ചോളി. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഞങ്ങനത്തെ ദൈവത്തിന് നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ട. നിങ്ങൾക്ക് മാസത്തിൽ 5-8 ദിവസം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? അതിനനുസരിച്ച് നിങ്ങൾക്ക് മെൻ്റലി സ്ട്രെങ്ത് നഷ്ടപ്പെടുകയും ചെയ്യും. ഉദാഹരണം പറയാം, ഞാനൊരു കാര്യം പറയാം. നമ്മൾ അറിയാതെ ഒരു തുള്ളി നമ്മളെ അണ്ടർവെല്ലിൽ മൂത്രിച്ചു, എക്സാമ്പിൾ, അത് നമ്മുടെ ചിന്തയെ ബാധിക്കുമല്ലേ? ഉറപ്പില്ലോ? അത് നമ്മൾക്ക് സുഖം തന്നെ കിട്ടില്ല. അതിന് നമുക്കൊരു ആശ്വാസം വരണമെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയി അണ്ടർവെയറും കൂടി കഴുകണം. ആണോ? അല്ലേ? എങ്കിൽ ഇത് മൂത്ര എന്തല്ല, രക്തമല്ല, ഇത് രക്തവുമല്ല, ഇത് സാധാരണ രക്തമല്ല, ഇതെന്താണ്? മെൻസസ് ബ്ലഡാണ്. ഫിസിക്കലി പഠനം നടത്തിയ മെഡിക്കൽ ചിന്തകന്മാർ മുഴുവൻ പറയുന്ന ബ്ലഡിന്റെ ഏറ്റവും മോശപ്പെട്ട ഭാഗമാണ് എന്ത്? മെൻസസ് ബ്ലഡ്. സ്വാഭാവികമായും അങ്ങനെയാണ്. ശരീരത്തിൽ അനാവശ്യമായ ബ്ലഡാണിത്. അത് വർക്കൗട്ട് ചെയ്ത ശരീരം അതിൻ്റെ ആവശ്യമുള്ളതിനെ പിടിച്ച് വെച്ച് ബാക്കി ഇത് പുറത്താക്കിയ അനാവശ്യമായ ബ്ലഡാണ് എന്ത്? മെൻസസ് ബ്ലഡ്. നമ്മളിപ്പോൾ സാധാരണ രക്തം മുറിഞ്ഞിട്ട് നമ്മളെ വസ്ത്രത്തിലായാൽ പോലും ഒരു വിഷമതൊന്നും, അതിൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമൊന്നുമില്ല. വസ്ത്രത്തിൽ അല്പം രക്തമായി കഴിഞ്ഞാൽ ഒരു സുഖമില്ലായ്മയാണ്. പിന്നെ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടൂല, മര്യാദ ക്ലാസ് എടുക്കാൻ കഴിയില്ല, എല്ലാത്തിനും ചേഞ്ച് വരും. അതൊക്കെ നമ്മളെ മൈൻഡിനെ സ്വാധീനിക്കും ശക്തമായി. എങ്കിൽ മനസ്സിലുണ്ടോ, ആ സമയത്തുള്ള സ്ത്രീകളുടെ മാനസിക നില എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അതവരെ ബാധിക്കും.
അത് മതകർമ്മം മാത്രമല്ല, സ്പോർട്സും അങ്ങനെയാണ്. ഇപ്പം സ്പോർട്സിൽ പങ്കെടുക്കുന്ന, ഉന്നതമായ സ്പോർട്സിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ കഠിനമായ പരിശീലനങ്ങളെയും മത്സരത്തെയും അവർ കൃത്യമായും അവരുടെ ഡോക്ടർമാർ കൃത്യമാക്കും. ഇല്ലെങ്കിൽ ആ സ്പോർട്സിൽ ജയിക്കാൻ അവർക്ക് കഴിയില്ല. അതാരാളും കഴിയില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അവർക്ക് മെഡിക്കൽ ഡോക്ടർമാരുണ്ടാവും. അതായത് വലിയ അത്ലറ്റുകളായ സ്ത്രീകളില്ലേ, ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൃത്യമായി അവരെ മെൻസസ് വരെ അതിന് കൃത്യമായി ക്രമീകരിക്കും. ഇല്ലെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിയൂല, ഒരിക്കൽ കഴിയില്ല. ഒരു പരീക്ഷയിൽ പങ്കെടുക്കുന്ന മെൻസസ് സ്ത്രീയും അല്ലാത്ത സ്ത്രീയും അല്ലാത്തൊരു വ്യത്യാസമുണ്ട്. അത് അവരുടെ മൈൻഡിനെ ബാധിക്കും. ഇതൊക്കെ സത്യമാണ്. നമ്മളിൽ ഉണ്ടാവുന്ന ഏത് ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ മൈൻഡിനെ ബാധിക്കും. അപ്പൊ ഈ മൈൻഡിനെ ബാധിക്കും. നിങ്ങൾ പറയുന്നത് ദൈവം തന്നല്ല, ദൈവം എന്നൊരാളില്ല, പ്രകൃതി അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് തന്നല്ലോ. അപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ഏത് സമയത്ത് നിങ്ങൾക്ക് കഴിയൂലല്ലോ. പിന്നെ അത് എപ്പോൾ വരാൻ നിർണ്ണയിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. ഉദാഹരണം പറയാം, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ബിസിനസ് സംസാരിക്കുകയാണ്. അതിനിടയിൽ പെണ്ണിന് മനസ്സിലായി എനിക്ക് മെൻസസ് ബ്ലഡ് പുറത്തു വന്നിട്ടുണ്ട്, ഇനി ആ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇനി അവരുടെ വാക്കുകളെ പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. കാരണം മൈൻഡ് അവിടെ ചിതറിപ്പോയി. ഈ പ്രശ്നം ആർക്കില്ല? ഉദാഹരണം പറയാം, ഈ പ്രശ്നം പുരുഷന് വരുന്നത് മൂത്രം കാട്ടം എന്ന ഈ രംഗത്ത് മാത്രമാണ്. അതാണ് ഒഴിവാക്കിയ കഴിഞ്ഞു ചെയ്തു, ഈ പ്രശ്നവും ഇല്ല. ഉദാഹരണം പറയാം, മൂത്രിക്കാനും കാട്ടിക്കാൻ ആവശ്യമാവുമ്പോൾ നിങ്ങൾ നിസ്കരിക്കരുതെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കാൻ കഴിയില്ല. ഭക്ഷണത്തിന്റെ 2 സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കരുത്. ഒന്ന്, ഭക്ഷണം ഹാജരായി കഴിക്കാതെ നിസ്കരിക്കരുത്. മൂത്രിക്കാനും കാഴ്ചക്കാനും ഉണ്ട്, നിങ്ങൾ അത് ചെയ്യാതെ നിസ്കരിക്കരുത്. എന്തുകൊണ്ട്? അവിടെ നിങ്ങൾ കടമ നിർവഹിക്കാനേ കഴിയുള്ളൂ. മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കാൻ കഴിയില്ല. ഉദാഹരണം, ഭക്ഷണത്തിന് ആവശ്യമുള്ള നേരം. ഭക്ഷണം മനുഷ്യനെ എപ്പോഴും ആഗ്രഹിക്കും. ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഭക്ഷണം എങ്ങനെ ഉണ്ടാവുക? ഇവൻ രാവിലെ വൈകുന്നേരം ഒക്കെ തിന്നണോൻ തന്നെയാണ്. എന്നാലും എന്തുണ്ടാവും? എങ്ങനെ ഉണ്ടാവുമോ? മനസ്സിലായ പറഞ്ഞത്? ചിക്കൻ എന്താണ് 65 മറ്റേ 5 മറിച്ചേ ഇങ്ങനെ എന്തൊക്കെയാണോ ഭക്ഷണത്തിന് ഉണ്ടാവുക? ഇത് കഴിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. എന്താണോ ഭക്ഷണത്തിന് ഉണ്ടാവുക? രുചി ഉണ്ടാവുമോ? നൂൽ പൊറാട്ടാണോ മറ്റേ പൊറാട്ടയാണോ? മനസ്സിലായില്ല. ഇങ്ങനെ ഒന്റെ ചിന്തയിൽ എന്ത് കളിക്കും. അപ്പൊ നിങ്ങൾ ഭക്ഷണം ഹാജരായ ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ചെയ്യാം. നമുക്ക് നിസ്കരിച്ച നല്ല റായത്തായ ഭക്ഷണം നമ്മൾ പറയില്ല അങ്ങനെ. നമുക്ക് നിസ്കരിച്ച റായത്തായ ഭക്ഷണം കഴിക്കാം. എന്നാ മുൻഗാമികൾ നബിയുടെ കൽപ്പന, ഭക്ഷണം കഴിച്ച് റായത്തായി നിസ്കരിച്ചോളി. പിന്നെ മൈൻഡിൽ ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ മൂത്രിക്കാനും കാട്ടിക്കാനും അങ്ങനെയാണല്ലോ. നമ്മൾ എന്തിനാണ് പള്ളിയോടനുബന്ധിച്ച് മൂത്രപ്പനും കക്കൂസും ഉണ്ടാക്കുന്നത് എന്നല്ല ആദ്യം അതാണ് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കിയില്ലേ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? പള്ളിയിൽ പോണെങ്കിൽ മനസ്സ് ഫ്രീ ആവണം. മനസ്സ് ഫ്രീ ആവണമെങ്കിൽ മൂത്രക്കലും കാഴ്ചക്കലും ഉണ്ടായിരുന്നു. പക്ഷേ മൂത്രം കാട്ടം എന്നത് അത് ഒഴിവാക്കുന്നതോടുകൂടി ഒഴിവാവും കഴിഞ്ഞു. അതേപോലെ പീരിയഡ്സ് അങ്ങനെയല്ല. അത് ഒരാഴ്ച ഒരു പെണ്ണിനെ സംബന്ധിച്ച് വിടാതെ പിന്തുടരും എല്ലാ നിലയിലും. മെൻസസിലുള്ള ഒരു പെണ്ണിന് ഭർത്താവിന്റെ കൂടെ രാത്രി കിടന്നുകൂടെ കിടക്കാം. പക്ഷെ അത് സാധാരണ കിടത്തല്ല, കിടത്തക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും. മെൻസസുള്ള ഒരു പെണ്ണ് സാധാരണ ഭർത്താവിന്റെ കൂടെ കിടക്കുന്നത് പോലെ മെൻസസ് പീരീഡിൽ കിടക്കൂല. പെണ്ണുങ്ങളുള്ളവർക്കത് മനസ്സിലാവും. പെണ്ണുങ്ങളില്ലാത്ത അന്തല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഭർത്താവിന് തന്നെ പ്രാപിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർക്ക് അവളെ സംബന്ധിച്ച് വേലിക്കെട്ടുണ്ട്. മനസ്സിലായവന് അവന്റെ വികാരം ഉണർത്തുന്ന ഒരു കാര്യം എന്നിൽ നിന്ന് വന്നു പോകരുത്. എന്തുകൊണ്ട്? അങ്ങനെ വരുമ്പോൾ അവിശുദ്ധത സംഭവിക്കും, ഫിസിക്കലായും സ്പിരിച്വലായും. അപ്പോൾ വളരെ സൂക്ഷിച്ചു കിടക്കും. സത്യാണോ അല്ലേ പറ. ഇതൊന്നും ആ പീരിയഡിൽ അതുപോലും ഒരു ഭർത്താവിനോടുള്ള അടുത്തത്തിൽ പോലും അവൾ വളരെ ഒരു വേലിക്കെട്ട് നിർത്തും. അതായത് ഫ്രീ മൈൻഡ് ഒരു കാരണവശാലും ആഴ്ചയിൽ മാസത്തിൽ ഒരാഴ്ച ചുരുങ്ങിയത് ഒരു ഫ്രീ മൈൻഡ് പെണ്ണിന് പറ. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ യൗവന പീരീഡിലുള്ള ഒരു പെണ്ണിന് ഉണ്ടാവുകയേ ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. നീ പോയില്ലേ?
പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിന്തിക്കാം. അപ്പോൾ ഫിസിക്കലായി പെണ്ണും ആണും ഒരുപോലെയാണെന്ന ഫെമിനിസ്റ്റുകളുടെ വാദം 100% നിരർത്ഥകമാണ്. പെണ്ണിന് നമ്മൾ നൽകേണ്ടത് പരിഗണനയാണ്. സ്പിരിച്വലായി ഇനി പെണ്ണും ആണും നമ്മുടെ വ്യത്യാസം അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനിയും വ്യത്യാസങ്ങളുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. പെണ്ണിന് നമ്മൾ കണ്ട് കഴിയുന്ന പെണ്ണ് വളരെ അനിവാര്യമാണ്. പെണ്ണുണ്ടായത് കൊണ്ടാണ് സമൂഹം അതിൻ്റെ വൃത്തിയായി മുന്നോട്ട് പോകണം. പെണ്ണുണ്ടാവണം. ഇപ്പം മോട്ടിവേഷന് വേണ്ടി പുരുഷന്മാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസുകൾ വരെ പെണ്ണുങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ് ഇപ്പം നീ എന്നോട് പറഞ്ഞത്. അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും. അതേസമയത്ത് നമ്മുടെ സ്വന്തം ലൈഫിൽ അത് വേണം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يعقلون. ഖുർആൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം തരട്ടെ. ഖുർആൻ പറഞ്ഞു, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. അല്ലാഹുവിൻ്റെ മഹാദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ തന്നെ ഉള്ള കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ജിൻസ് മനുഷ്യരായ തന്നെ എണ്ണകളെ അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചു. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ പ്രേമം, അല്ലാഹു സ്നേഹം, പ്രേമം, പരസ്പരമായ ഒരു അഭിവാന്യ, ഇതെല്ലാം അല്ലാഹു തആല ഇട്ടു തന്നു. ഞാൻ അപ്പം ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലെയാണ് പറഞ്ഞത്. അതായത് എവിടുന്നോ വന്നൊരു പെണ്ണ് ഒരിക്കലും അവർ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വാതിൽ കൊട്ടി അടച്ച് കല്യാണം കഴിഞ്ഞ ഒരു മുറി പാർക്കുമ്പോൾ ഇവൻ ഇവളെയും ഇവനെയും ഭയപ്പെടുന്നില്ല. ഇന്നലത്തെ ക്ലാസ്സിലല്ലേ പറഞ്ഞ എന്തുകൊണ്ട് ഭയപ്പെടുന്നത്? ഇവർക്കിടയിൽ അല്ലാഹു എന്ത് കൊടുത്തു? വൈകാരിക അഭിനിവേശവും അതിനനുസരിച്ചുള്ള പ്രേമവും. രണ്ടും രണ്ടിനെയും കൂട്ടും. വൈകാരിക അഭിനിവേശം പ്രേമം ഉണ്ടാക്കും, പ്രേമം വൈകാരിക അഭിനിവേശം ഉണ്ടാക്കും. രണ്ടും രണ്ടിനെയും കൂട്ടും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി വളരെ ചിന്തിക്കണം. അപ്പൊ ഈ രൂപത്തിൽ ഈ ഫിസിക്കലായി നാച്ചുറലി അങ്ങനത്തെ ഒരു സംവിധാനമാണ്. ഈ പ്രകൃതി എന്ന് അറിയണമെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞോ, അങ്ങനത്തെ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരേ അളവാണെന്ന് പറയാനേ കഴിയില്ല. അവരോട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് നമ്മളെപ്പോലുള്ള കരുത്തില്ലാത്തവരോട് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണന കൊടുക്കണം. ഇപ്പൊ നമ്മളിൽ 10 ആളുകൾ 50 കിലോ ചുമടേറ്റി പോവാണ്. അതിൽ ഒരാൾ ദുർബലനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ചായ കുടിച്ച് പേടിയെന്ന് ചായ കുടിച്ച് രണ്ടാമത് ചുമടേറ്റി തുടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ 50 കിലോ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യും? അതിലൊരു 5 കിലോ നമ്മൾ 4 ആൾ എടുക്കുക. ഓനൊരു 30 ഏറ്റിയ മതി, സാധുവാണ്, വെയ്യ, കൂലി ഒന്നിനും ആയിക്കോട്ടെ. അതൊരു മാനുഷിക പരിഗണനയാണ്. നമ്മൾ 50 കിലോന്റെ കൂലി വാങ്ങി, എല്ലാവരും 50 കിലോന്റെ കൂലി വാങ്ങി. ഇവനും വാങ്ങി 50 കിലോ. പക്ഷെ ചുമടെടുത്ത് എത്ര? 30. ബാക്കി 5 4 ആൾ വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചുമടേറ്റിപ്പോയ ഘട്ടത്തിൽ ഒരാൾക്ക് ചുമടേറ്റുന്ന വിത്തൻ ദുർബലനാണ് കണ്ടപ്പോൾ അവന്റെ 20 കിലോളം ബാക്കിയുള്ള 4 ആളുകൾ 5 കിലോ ഓരിയൊപ്പിച്ചു. എന്നിട്ട് ഇവനെ എത്രയാക്കി? 30 ആക്കി. കൂലി 50 തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അതൊരു ദയാണ്. എന്തുകൊണ്ട്? ഫിസിക്കലി നമ്മുടെ അത്ര അയാൾക്ക് സ്ട്രെങ്ത് ഇല്ല. ഈ ഒരു പരിഗണന നമ്മൾ ആർക്ക് കൊടുക്കണം? പെണ്ണിന് കൊടുക്കണം, എപ്പോഴും കൊടുക്കണം. പെണ്ണുങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ നല്ലത് ഉദ്ദേശിക്കണം, നല്ലത് പറയണം എന്ന് പുണ്യ റസൂൽ. ആദമിന്റെ ഇടത്തെ വളഞ്ഞ വാരിയിൽ നിന്നാണ് അവളെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ദുർബലതയും അവൾക്കുണ്ടാവും. നിങ്ങൾ സ്പിരിച്വൽ മാത്രമല്ല, ഫിസിക്കലായും ജീവിക്കണം. വളഞ്ഞ വാരിയല്ലാണ്, ഒരു നിവർന്ന വടി പോലും അല്ല. എന്തേ വളഞ്ഞ വാരിയിൽ മാത്രമേ കിട്ടാനുള്ളൂ? പഠിച്ചോനും വേറൊന്നും കിട്ടാനില്ല. എന്തേ അള്ളാഹു തആല ഒരു തെങ്ങെന്ന് പഠിച്ചുകൂടായിരുന്നു പെണ്ണിനെ? പറയടോ. 1 2 ആദമിന്റെ മണ്ണുണ്ടാക്കിയിട്ട് ആദമിനെ പടച്ചിട്ട് ആദമിന്റെ ഭാര്യയിൽ ഊരി പടക്കേണ്ടതില്ലല്ലോ. വേറൊരു പിടി മണ്ണ് ഇഷ്ടപ്പെടുത്തൂടെ? ഇന്നാണെങ്കിൽ ഇപ്പൊ വില്ലേജ് സർട്ടിഫിക്കറ്റ്. ഇന്നാണെങ്കിൽ രണ്ടാമത്തെ ജിബിരിയിൽ വരികയാണെങ്കിൽ എന്ത് പറയും? ജിയോളജി വകുപ്പ് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ മണ്ണെടുക്കാൻ പറ്റൂല, ജിബിരിയിൽ വേണമെങ്കിൽ പോണ്ടി വരും. ഇന്ന് അന്ന് ജിയോളജി ഇല്ലല്ലോ, ഇഷ്ടംപോലെ മണ്ണുണ്ട്. അപ്പൊ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ത് ചെയ്തു? ഒരു പിടി മണ്ണെടുത്തിട്ട് ജിബിരിലിന് ഒരു കൈ മാത്രമല്ലേ, 2 കൈയില്ലേ, 600 ചിറകില്ലേ?
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു പിടി മണ്ണ് ആദവൻ പിടക്കാനും ഇടത്തെ കൈകൊണ്ട് ഒരു പിടി മണ്ണ് എന്തേ അങ്ങനെ എടുത്തു? എന്തേ? ഇതങ്ങനെ ആവണം. അപ്പോഴേ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഒന്നിന്റെ പൂർത്തീകരണമാണ് ഒന്ന്. എന്നാ പരിഗണനയും വേണം. എന്റെ ആണുങ്ങളെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അവസാന ദിവസം പറയുന്നത് പെണ്ണിനെ ശ്രദ്ധിക്കണം, പെണ്ണിന് നല്ലത് പറയണം, പെണ്ണിനെ നല്ല രൂപത്തിൽ പരിചരിക്കണം, പെണ്ണിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് അവസാനത്തെ ദിവസത്വം നബിയുടെ ഓർമ്മപ്പെടുത്തി. പെണ്ണിനെ പരിഗണിക്കണം, പെണ്ണിനെ പരിഗണിക്കണം, പെണ്ണിനെ പരിഗണിക്കണം. മാന്യനല്ലാതെ പെണ്ണിനോട് മാന്യത കാണിക്കുകയില്ല. ആണിനെ പറ്റി അങ്ങനത്തെ വാക്കില്ലല്ലോ. നീചനല്ലാതെ പെണ്ണിനെ നിന്ദിക്കുകയില്ല. പുണ്യ റസൂൽ പറഞ്ഞു. അപ്പൊ ഒരാൾ പെണ്ണിനെ നിന്ദിക്കണ്ടാൽ ഉനാരാം നീചൻ. നീചനല്ലാതെ പെണ്ണിനെ നിന്ദിക്കുകയില്ല. മാന്യനല്ലാതെ പെണ്ണിനെ പരിഗണിക്കുകയില്ല. പെണ്ണിനോട് വൽപ്പത്തരം കാണിക്കുന്നത് വൽപ്പത്തരല്ല, പെണ്ണിനെ തല്ലുന്നത് വൽപ്പത്തരല്ല. പെണ്ണിനെ ബുദ്ധിമുട്ടിക്കുക, ശ്വാസം മുട്ടിക്കുക, അങ്ങനത്തെ ആണുങ്ങളുണ്ട്. ഒരു നാണയല്ല. ഒരാണിന്റെ വൽപ്പത്തരം എന്നാൽ എന്താണ്? ആ ആണിന്റെ സാന്നിധ്യത്തിൽ സന്തോഷം തോന്നണം. ആർക്ക്? പെണ്ണിന്. ഇവന് സ്വയം സന്തോഷം ഉണ്ടാക്കാൻ കഴിയും, ആ പെണ്ണിന് കഴിയില്ല. പെണ്ണിന്, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? ആ പെണ്ണിന്റെ ആണിന്റെ സാന്നിധ്യത്തിൽ പെണ്ണിന് സന്തോഷം തോന്നണം. അത് മാന്യനാണ്. അടുത്ത വീട്ടിൽ ഒരുത്തനും അവന്റെ ഭാര്യയും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഈ വീട്ടിൽ ഭർത്താവില്ല, ആ പെണ്ണിന് സന്തോഷമാണ്, പേടിയില്ല, സുരക്ഷിതത്വം. എന്തുകൊണ്ട്? അവിടെ ഒരു മാന്യം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അടുത്ത വീട്ടിൽ ഒരുത്തനും അവന്റെ ഭാര്യയും കുട്ടികളുണ്ട്, ഈ വീട്ടിൽ ഭർത്താവില്ല. പഴയകാലം മുതലേ അങ്ങനത്തെ രീതികൾ നമ്മളെ വീട്ടിലുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ സന്തോഷമായിട്ട് കിടന്നു. കുട്ടികൾ രാത്രി വാതിലടച്ച് കിടക്കാൻ ഒരുങ്ങുമ്പോൾ കുട്ടികൾക്ക് പേടി പറയുമ്പം പറയാ അവിടെ മുട്ടിയാക്കിയപ്പം കുട്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ വൈകുന്നേരം നോക്കുമ്പോൾ ഓരോ വാപ്പ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കിടക്കാം. ഓളമ്മ ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞു, എന്താ മക്കളെ ഒറ്റക്ക് ഓനില്ലാതെ നിങ്ങൾ. അപ്പോൾ അടുത്ത വീട്ടിലെ വാപ്പയും കുട്ടികളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നും ആയില്ല. എന്തുകൊണ്ട്? അവിടെ ആരുണ്ട്? പറയാം, ഒരു മാന്യനുണ്ട് അവിടെ, ഒരാണാണ്. ഇവളെപ്പോലെ ഒരുത്തിയാണ് അവിടെ ഉള്ളതെങ്കിൽ ഇപ്പൊ സുരക്ഷയുണ്ടോ? അടുത്ത വീട്ടില് അത് സുരക്ഷിതല്ലല്ലോ. ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി വേറൊരു പെണ്ണ് വന്നാൽ പോലും സംസാരിക്കാന്നല്ലാതെ ശത്രു വന്നാൽ എല്ലാവരും ഒരു വളർത്തുന്നു. ആണങ്ങനെയല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. അപ്പൊ ഫിസിക്കലായി ഇന്ന് പറയുന്ന അവർ തമ്മിൽ ആണും പെണ്ണും തുല്യരാണ് എന്ന ഫെമിനിസ്റ്റുകളുടെ വാദം 100% നിരർത്ഥകമായ വാദമാണ്. അവർ ഒരിക്കലും ഒന്നല്ല. അവരുടെ ശരീരഘടന, ശരീരം പുറന്തള്ളുന്നത്, രീതികൾ ഒന്നും ഒരുപോലെയല്ല. അവർ എത്ര ഉഷാറുണ്ടെങ്കിലും അതിനൊരു പരിധിയുണ്ടാവും. ആധുനിക യുഗത്തിൽ പോലും അവർ സ്വന്തം സഹജോലിക്കാരെക്കാൾ കൊണ്ട് സുരക്ഷിതരല്ലാതെ വരുമ്പോൾ അതും ആ ഉന്നത വിദ്യാഭ്യാസം, ഉന്നത കഴിവുകൾ എല്ലാം പഠിപ്പിക്കപ്പെട്ട സോൾജിയേഴ്സിൽ നിന്ന് അവർ നേരിടുന്ന പ്രശ്നത്തിൽ ഇന്ന് US മിലിറ്ററി പോലും, US സർക്കാർ പോലും ആ തലവേദനയില്ല. പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവർക്ക് മറ്റുള്ള ഒരാണ് പെണ്ണിനെ, ഒരു പട്ടാളക്കാരൻ ഒരു പട്ടാളക്കാരിയെ റേപ്പ് ചെയ്യുമ്പോൾ അതിനെ തിരിച്ചടിക്കാൻ അവൾക്ക് കഴിയൂല, ഒരിക്കലും കഴിയില്ല. കാരണം ഫിസിക്കൽ വീക്ക്നെസ് ആണ് അവൾക്കുള്ളത്. അപ്പോൾ പ്രകൃതിയിൽ തന്നെ ആലോചിച്ചാൽ ഫെമിനിസ്റ്റുകളുടെ വാദം 100% നിരർത്ഥകമാണ്. എന്നാൽ ഇവിടെ ചരിത്രാതീത കാലം മുതലേ ഇപ്പൊ ഈ ഫെമിനിസ്റ്റുകളും മറ്റും വന്ന കാലത്താണ് റേപ്പ് കൂടിയത്. പഴയ കാലത്ത് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നത് മതമാണ്. ആ മതത്തെ ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും തള്ളിക്കളഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് നിയന്ത്രണമില്ല. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. പഴയ കാലത്ത് ഉമ്മു സലമ ബീവിയുടെ ചരിത്രമുണ്ട്. അവർ മദീനയിലേക്ക് എതിരെ പോവാണ്. പോകുമ്പോൾ ആളെ കിട്ടിയില്ല. അബൂ സലമ മദീനയിലാണ്. അപ്പോൾ ഒരാളെ കിട്ടി. അയാള് ആരുമില്ലാതെ പോകരുത് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഈ യുവതിയായ ഉമ്മു സലമയുടെ ഒട്ടകത്തിനെ പിടിച്ച് നടക്കണം ഇയാള് എങ്ങോട്ട്? മദീനയിലേക്ക്. ഉമ്മു സലമ ബീവി പറയാണ്, എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ മാന്യൻ. അതായത് ഈ മനുഷ്യൻ മദീനയിലെത്തുന്നത് വരെ ഒന്ന് സംസാരിച്ചത് പോലുമില്ല. യാത്രക്കിടയിൽ ഞാൻ എന്ന് മുരടനക്കിയാൽ, എനിക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് മുരടനക്കിയാൽ അയാൾ ഒട്ടകത്തിനെ താഴ്ത്തി ഒട്ടകത്തിനെ മുട്ടുകുത്തിക്കും. ഞാൻ താഴെ ഇറങ്ങും.
എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചിലപ്പോൾ മുത്തിരിക്കാനോ കാട്ടിക്കാനോ അതൊക്കെ ചെയ്ത് ഭക്ഷണം അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒട്ടകത്തിനടുത്ത് നിൽക്കും. അപ്പോൾ അദ്ദേഹം ഒട്ടകത്തെ താഴ്ത്തി തരും, ഞാൻ ഒട്ടകപ്പുറത്ത് കയറും, വീണ്ടും നടക്കും. 10-14 ദിവസം കൊണ്ട് എവിടെ എത്തി? മദീനയിൽ. അതിനിടയിൽ ആ മനുഷ്യൻ എന്നോടൊന്നും സംസാരിക്കുക പോലും ചെയ്തില്ല. മനീതിൻ്റെ അതിർത്തിയും കടത്തിവിട്ട് അദ്ദേഹം തിരിച്ചുപോയി. മാന്യ, ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ രീതി ഇവിടെ കൊണ്ടുവന്നത് ആരാ? മതം. എന്നൊക്കെ പറഞ്ഞത് എന്ത് ലോക ചരിത്രത്തിൽ സ്വഹാബത്ത് അങ്ങനെ റേപ്പ് ചെയ്ത ചരിത്രമില്ലല്ലോ. എന്തുകൊണ്ട്? അവരാ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ്. മനസ്സിലായില്ല? സ്വഹാബത്ത് ലോക ചരിത്രത്തിൽ സ്വഹാബത്ത് എത്രയോ നാടുകളിൽ പോയിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തില്ല? റേപ്പ് ചെയ്തിട്ടില്ല. അവിടെയുള്ള നിരാലംബകളായ ഭർത്താവ് മരണപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്ത പെണ്ണുങ്ങളെ സ്വാഭാവികമായി അവൾക്ക് ഒരു ജീവിതം കൊടുത്ത് അവൾ സ്വന്തം സംരക്ഷണത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടില്ല? പറ, എന്ത് ചെയ്തിട്ടില്ല? റേപ്പ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അവരെ ആര് നിയന്ത്രിച്ചു? മതം. അങ്ങനെ നിയന്ത്രിക്കാൻ ആധുനിക സമൂഹത്തിന് മുന്നിൽ ഇന്ന് എന്തില്ല? ഒരു മതമില്ല. തൻ്റെ ബാപ്പായുടെ സേനാ നായകനെ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? വെടിവെച്ചു കൊന്നു. അങ്ങനത്തെ സംഭവം ചരിത്രത്തിലുണ്ട്. കിദ്വായിലെ എന്താ പറയുക, സൈഡ് ഓഫ് ടിപ്പു സുൽത്താൻ, ടിപ്പുവിൻ്റെ കരവാളി എന്നൊരു പുസ്തകമുണ്ട്. അതിലുണ്ട് ഈ സംഭവം. അതായത് ഒരു നാട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തിൽ തോറ്റു, രാജാവ് തോറ്റു. അപ്പോൾ രാജാവിൻ്റെ സുന്ദരിയായ മകളെ ടിപ്പു വരുന്ന സമയത്ത് നോക്കുമ്പോൾ ആ സുന്ദരിയായ മകളെ സൈന്യാധിപൻ, മുസ്ലിം നാമധാരിയായ സൈന്യാധിപൻ കൈ പിടിച്ച് കടന്നു പിടിച്ച് നിൽക്കുക. ഈ പെണ്ണ് കരയുന്നുണ്ട്. അപ്പോൾ ടിപ്പു വിളിച്ചു. അന്ന് സഹപട്ടാളക്കാരനാണ്, സൈന്യാധിപനാണ് ആര്? ടിപ്പു. സൈന്യാധിപൻ വേറെയാണ്, ബാപ്പാൻ്റെ ഭരണകാലാണ്. അപ്പോൾ ടിപ്പു വിളിച്ച് പറഞ്ഞു, എന്ത്? ആ പെണ്ണിനെ വിട്. അയാൾ കേട്ടില്ല. കാരണം അയാൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഇയാളാരാ? സഹസൈന്യാധിപൻ. അയാൾ കേൾക്കുന്നത് അപാനമാനായിക്കോട്ടെ, സഹസൈന്യാധിപൻ. ഞാനല്ലേ സൈന്യാധിപൻ. രണ്ടോട്ടം പറഞ്ഞു, കേട്ടില്ല. ഷൂട്ട് ചെയ്തു. അപ്പൊ കൊന്നു. ആരെ? സൈന്യാധിപനെ കൊന്നു. എന്തിൻ്റെ പേരിൽ? പിടിച്ചടക്കപ്പെട്ട രാജ്യത്തെ ഹിന്ദുവായ രാജാവിൻ്റെ മകളെ കടന്നു പിടിച്ചു എന്ന കാരണത്താൽ സ്വന്തം പിതാവിൻ്റെ സൈന്യാധിപനെ ആ തൽക്ഷണം വെടിവെച്ചു കൊന്നു. ആര്? ടിപ്പു സുൽത്താൻ. ഇതാണ് ചരിത്രം. അത് സ്വാഭാവികമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതിൽ സുരക്ഷിതത്വമാണ്. പെണ്ണിൻ്റെ ഒരാളിലേക്ക് കല്യാണം കഴിക്കുന്നത് സുരക്ഷിതത്വമാണ്. അങ്ങനെ ഏകപത്നി വ്രതം എന്ന പത്നി വ്രതം എന്ന വിഡിത്വമൊന്നും ലോകത്തില്ല. ഈ ഏകപത്നി വ്രതം ഉള്ളവർക്ക് വ്രതം ഉണ്ടോ? അതുമില്ല. അത് സങ്കല്പം മാത്രമാണ്. അവർക്ക് നാടാകെ സംബന്ധമുണ്ടോ? ഈ സംബന്ധത്തിന്റെ ഭക്ഷണത്തെ കുറിച്ചാണ് ഓ ചന്തുമേനോന്റെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയുടെ പ്രമേയം തന്നെ ഈ സംബന്ധങ്ങൾ. നായർ സമൂഹത്തിൽ നടന്നിരുന്ന സംബന്ധങ്ങളുടെ ഭക്ഷണത്തരങ്ങളുടെ കഥയാണ് ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന മലയാളത്തിലെ ആദ്യത്തെ നോവലിലെ പ്രമേയം ഇതാണ്. മനസ്സിലാക്കുക. അപ്പൊ സ്വാഭാവികമായും അങ്ങനത്തെ അതൊക്കെ ഭാരതീയ സങ്കല്പമാണ്, അബദ്ധധാരണകളുമാണ്. പുരുഷന് വേണമെങ്കിൽ പെണ്ണിനെ കല്യാണം കഴിക്കാം, പക്ഷെ സുരക്ഷിതത്വം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. ഫസും ഈ നോമ്പോറ്റോ ഒരു പെണ്ണ് പോലും കെട്ടാൻ പറ്റൂല. ഇസ്ലാം പറഞ്ഞ അങ്ങനെ പെണ്ണിട്ടണം. അതല്ല, ഒരു പെണ്ണും കെട്ടാത്ത മതവുമാണ്. നിനക്ക് ആ പെണ്ണിനെ സംരക്ഷിക്കാനും ഭക്ഷണം കൊടുക്കാനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും കഴിയോ? ഇല്ല, അതിനൊന്നും എനിക്ക് കഴിയില്ല. ഭക്ഷണം മറ്റു കാര്യം കിട്ടില്ല, കെട്ടിക്കഴിഞ്ഞ് ഞാൻ കെട്ടിക്കോളാം. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫസും ഞാൻ എന്നെ പോലത്തെ നോമ്പ് വിൽക്കാനല്ലേ, നോമ്പ് പെണ്ണുങ്ങൾ തിരിയാണ്. ആണിന് പെണ്ണിനെ, ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നിയമങ്ങളുണ്ട്. ചിലപ്പോൾ സുരക്ഷിതത്വത്തിന് എന്ത് വേണ്ടി വരും? 2 പെണ്ണിനെ അതിന്റെ അപ്പുറം കെട്ടേണ്ടി വരും. കാരണം ആ പെണ്ണിന് സുരക്ഷിതത്വം കൊടുക്കാൻ അതാണ് നല്ലത്. ജ്യേഷ്ഠൻ മരിച്ചു, ജ്യേഷ്ഠന് പ്രായം പരിധി വിടാത്ത ഭാര്യയും മക്കളുണ്ട്. ഇനിയിപ്പോ സംരക്ഷിക്കേണ്ട ആളാരാ? അഞ്ചൻ. ഈ സംരക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയം നേരം നോക്കാതെ വീട്ടിൽ കയറേണ്ടി വരും. അത് വലിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കും. ഏറ്റവും ചുരുങ്ങിയ തുഹമ്മത്തെങ്കിലും ഉണ്ടാക്കും, തെറ്റിദ്ധാരണകൾ. ഓൻ്റെ അക്കാക്ക മരിച്ചതിന് ശേഷം പിന്നെ ഓനെങ്ങനെ അവിടെ തിരിഞ്ഞളിക്കുന്ന കാണുന്നു. അപ്പൊ വേഗം 4 ആളെ കൂട്ടി വിളിച്ചു. വേഗം എന്ത് ചെയ്യും? യുദ്ധം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 കൂട്ടരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ പെണ്ണിനെടുക്കും.
അല്ലെങ്കിലും ഇഞ്ഞോൻ ചെയ്യാനുള്ള എന്താ? കാക്ക മരിച്ചാൽ നീ ഇവന് ചെയ്യാനുള്ള എന്താ? അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കീസിനെ രണ്ടാക്കുക അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അവന്റെ വീട്ടിലേക്ക് സ്ഥിരമായി കൊണ്ടുവരുന്ന കീസിനെ ഇനി മുതൽ എന്ത് ചെയ്യണം? രണ്ടാക്കണം. കാക്കാന്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതല്ലേ ചെയ്യാനുള്ളത്? അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ കൽപ്പന? ഇക്കാക്ക നമ്മളെ പോലെ പണിയെടുത്തിരുന്നു. അപ്പൊ ഇക്കാക്ക കിട്ടിയത് ഇക്കാക്കയും കൊണ്ടുവരുന്നു, നമ്മക്ക് കിട്ടിയ നമ്മൾ കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഇക്കാക്കാന്റെ കുടുംബത്തിന് അങ്ങനെ പരിഗണിക്കേണ്ടതില്ല. ഇക്കാക്കാനെ മറികടക്കുന്ന ഒരു വരുമാനം നമുക്കുണ്ടെങ്കിലേ നോക്കേണ്ടുള്ളൂ. ഇടക്കിടക്ക് 1 കിലോ മട്ടനും 2 കിലോ കോഴി വാങ്ങി കൊടുക്കേണ്ട അപ്പോഴേ ഉള്ളൂ. ഇക്കാക്കാക്ക് നമുക്ക് ഒരുപോലെ ഏകദേശം വരുമാനം ഒരുപോലെ ആണെങ്കിൽ ഇക്കാക്കാന്റെ കുടുംബത്തിനെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതില്ല. അതേസമയത്ത് ഇക്കാക്ക മരിച്ചു, അല്ലെങ്കിൽ അഞ്ചൻ മരിച്ചു, അവിടെ 2-3 കുട്ടികളുണ്ട്, ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന് യൗവനം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒരു കാര്യം ഏതായാലും അവളെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ചെയ്യണം. അതെന്താ? ചെലവിന് കൊടുക്കൽ. ഇനിയൊരു കാര്യമുണ്ട്. എന്ത്? അവളെ കയറിച്ചെല്ലൽ. ആ കയറിച്ചെല്ലൽ നിനക്ക് മാന്യമായി കയറിച്ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പെണ്ണിനെ കല്യാണിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് തന്നെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഏത് നേരം താത്ത ഭർത്താവില്ലാതിരിക്കല്ലേ? നിങ്ങൾ എന്ത് ഏത് നേരം അങ്ങോട്ട് പോകണം? ആളെ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഓനൊരു സംശയം ഉണ്ടാവും. മൂപ്പര് എന്താ ഇവിടെ അങ്ങനെ ഉമ്മാൻ്റെ സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതിൻ്റെ പേരിൽ വഴിതെറ്റിപ്പോയ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇക്കാക്ക മരിച്ചതിന് ശേഷം ഇക്കാക്കയുടെ ഭാര്യയുമായി അവിശുദ്ധമായ ബന്ധത്തിൻ്റെ പേരിൽ നാശായിപ്പോയ അനവധി കുടുംബങ്ങളെ എനിക്കറിയും. ഇവിടെ ഉണ്ട് പരിസരത്ത്. ഈ കേസുകൾ ഇങ്ങനെ പലരും വരും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിയണത്. ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ 10-30 കൊല്ലായി കഥ അറിയും. അപ്പോൾ പിന്നെ അവിടെ ചിലവ് ഏതായാലും ഇനി കുറക്കാൻ പറ്റില്ല. ഇഞ്ഞോണം ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ? കബിൽത്തു മിൻക നിക്കാഹ. ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ല. അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അസ്സാഇലിൽ അർമിലത്തി കസ്സാഇ ഫീ സബീലില്ലാഹ്. വിധവയായ പെണ്ണിന് വേണ്ടി ഹലാലായ ഒരാൾ അധ്വാനിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്ന യോദ്ധാവിന്റെ സ്ഥാനമായിരിക്കും അയാൾക്കുണ്ടാവുക. മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് മരിച്ചുപോയി, കുട്ടികളുണ്ട്. ആ കുട്ടികളെ പോറ്റാൻ നിനക്ക് സാമ്പത്തികമായി കഴിവുണ്ട്. ഇക്കാക്കയോ അല്ലെങ്കിൽ അഞ്ചനോ ആകുമ്പോൾ സ്വാഭാവികമായി കഴിവില്ലെങ്കിൽ തന്നെ ഏറ്റെടുക്കേണ്ട ആരാണ്? ഇയാണ്. അപ്പോൾ തന്നെ അവൾക്ക് നിന്നോടൊരു കാര്യം പറയാൻ മടിയുണ്ടാവും. എന്ത്? ഇവിടെ സാധനം ഇല്ല നോക്കി പറയാൻ പറ്റൂല. അതേ സമയത്ത് കബിൽത്തു മിൻക നിക്കാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണെങ്കിലോ ധൈര്യമായിട്ട് പറയാം ഇവിടെ സാധനം കേട്ടോ. എന്തുകൊണ്ട്? ഇപ്പൊ പഴയത്താത്തല്ല, ഇപ്പൊ ആരാണ്? പറ കുട്ടി ആരാണ്? ഇപ്പോ ഭാര്യയാണ്. ഇവിടെ സംരക്ഷണം കൊടുത്തു. അപ്പൊ സംരക്ഷണം എന്ന നിലയിൽ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇന്നത്തെ പ്രശ്നം, ഈ ഫെമിനിസം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് അമേരിക്കൻ മിലിറ്ററിയിലെ ഈ റാപ്പിനെ പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? അവർക്ക് എന്തില്ല? പറകുട്ടി എന്തില്ല? മതമില്ല. എന്നാ ഇവര് പറയുന്ന സ്പിരിച്വലി ഇക്വാലിറ്റി ഇല്ലാനും. ഈ സ്പിരിച്വലി ഇക്വാലിറ്റി ഉണ്ടോ? ഒരിക്കലും ഇല്ല. പുരുഷന്റെ കഴിവ് പെണ്ണിനില്ല, ഒരിക്കലുമില്ല. വെറുതെ കൂവാണ്. ഇല്ല. അതേ സമയത്ത് പെണ്ണിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളെ സ്വന്തം സ്വീകരിച്ച് അവളോട് ദയയും സ്നേഹവും പ്രത്യേകമായി കൊടുത്ത് അവരെ സമൂഹത്തിൽ നിന്ന് പിടിച്ചുയർത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് അവരെ സൊസൈറ്റിയുടെ എവിടെയാണ് അവർക്ക് കമ്മിയോ നികത്തി കൊണ്ടുവരിക, നടക്കുക എന്ന കർമ്മമാണ് ഓരോ കാലത്തും ദൈവദൂതന്മാർ ചെയ്തത്. അതിൽ ഏറ്റവും വലിയ നന്മ ചെയ്ത ആളാണ് പുണ്യ റസൂൽ മുസ്തഫ. ഒന്നാമത്തെ ഭാര്യയും വിധവ, രണ്ടാമത്തെ ഭാര്യയും വിധവ. ഒന്നാമത്തെ ഭാര്യ ഖദീജ വിധവ, രണ്ടാമത്തെ ഭാര്യ സൗദ വിധവ. ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നിറവിൽപ്പെടും. ഒക്കെ നിറവിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാര്യക്ക് തന്നെക്കാൾ 15 വയസ്സ് കൂടുതൽ, രണ്ടാമത്തെ ഭാര്യക്ക് തന്നെക്കാൾ 5 വയസ്സ് കൂടുതൽ. അന്ന് പലരും ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട് നബിക്ക് വേറെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ചെറുപ്പക്കാരി കുട്ടികളെ. എന്നല്ല സൗദ തന്നെ പറയുന്നുണ്ട്. എന്ത് നബിയെ, ഞാൻ നിങ്ങളൊക്കെ വയസ്സ് കൂടുതലാണ്, നിങ്ങൾക്ക് നല്ല ചെറുപ്പക്കാരി നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ നിങ്ങൾ അനുയായികൾ തന്നെ തയ്യാറാണ്. AD 619 സൗദയെ കല്യാണം കഴിക്കുന്നത്. അപ്പോഴത്തേന് ഇഷ്ടം പോലെ അനുയായി വൃന്ദം ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. ഏത് കുടുംബത്തിന് റസൂലുള്ളാഹി കെട്ടിച്ചു കൊടുക്കും?
പക്ഷെ റസൂലുള്ളാഹിന്റെ കനിവ് എന്തേ? സൗദ എന്ന് പറഞ്ഞാൽ സൗദയും സൗദയുടെ ഭർത്താവും ഇസ്ലാമിൽ ആദ്യമായി വന്നവരാണ്. ഖുറൈശികളുടെ ശല്യം സഹിക്കവയ്യാതെ അബ്സീനിയയിലേക്ക് ഹിജറ പോയ ആദ്യത്തെ സംഘത്തിൽ ആരുണ്ട്? സൗദിയും ഭർത്താവുണ്ട്. കഷ്ടപ്പാട്. പിന്നെ തിരിച്ചു വന്നു, പിന്നെയും കഷ്ടപ്പാട്. പിന്നെ സൗദയുടെ ആങ്ങളമാരും ബാപ്പയും വരെ സൗദക്കെതിരാണ്. എന്തുകൊണ്ട്? സൗദ മുസ്ലിമാണ്, ബാപ്പെതിരാണ്, ഭർത്താവ് മരിക്കുകയും ചെയ്തു. നീ പെണ്ണിന് ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. സൗദയുടെ ബാപ്പ മുശ്രിക്കാണ്, ആങ്ങളമാര് മുശ്രിക്കാണ്. മുസ്ലിമായിരുന്നു ആര്? ഭർത്താവ് മരണപ്പെട്ടു, നിരാലംബര കുട്ടികളുണ്ട്. അപ്പൊ സൗദയെ കല്യാണം അന്വേഷിച്ചു റസൂലുള്ളാ. അപ്പൊ സൗദനെ പറഞ്ഞു, ഈ കുട്ടികളെ ഏറ്റെടുക്കുക, എനിക്കാണ്ട് നബി വയസ്സെത്തിയാണ്, എനിക്ക് നബിയേക്കാൾ എത്ര വയസ്സുണ്ട്? 5 വയസ്സ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ റസൂലുള്ളാഹിനെ മെനക്കെടരുത്. സൗദാക്ക് 55 വയസ്സാ, നബിക്ക് 50. വേണ്ട. അപ്പൊ റസൂൽ ഇനി അന്വേഷിക്കും. അപ്പൊ സൗദ പറയും, എന്ത് ഈ കുട്ടികളെ എന്നെയും കണ്ടിട്ടാണ് നബി ഇത് ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ ഞാൻ സഹിച്ചോളാം, നബിക്ക് നല്ലൊരു തറവാട്ട് നല്ലൊരു കുട്ടിയെ കല്യാണം കഴിച്ചോട്ടെ. റസൂൽ പിന്നെ അന്വേഷിക്കും. അവസാനമാണ് എന്ത് സൗദ വയ്ക്കണത് എന്നാണ് ആ കാര്യം. എന്നാണ് ആ കാര്യം എന്നറിയോ? ഹബീബ റസൂലുള്ളാഹിയോട് ഖുറൈശികൾ വന്ന് ചോദിക്കുന്നുണ്ട്, സ്വന്തം മൂത്താപ്പ അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അടക്കമെന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദെ നല്ല തറവാട് ഞങ്ങൾ പെണ്ണെട്ടിച്ചെന്നാൽ ഈ പ്രബോധനം ചെയ്ത് നിർത്തുമെന്ന്. അപ്പോഴാണ് സൂര്യനും ചന്ദ്രനും കയ്യിൽ വെച്ചെന്നാൽ നിർത്തില്ലാറുള്ളത്. അക്കാലത്താണ് തന്നെക്കാൾ വയസ്സുള്ള. അതേസമയത്ത് സ്വന്തം അനുയായികളെ കൂട്ടത്തിൽപ്പെട്ട പെങ്ങന്മാരും മക്കളുമായ കന്യകകളായ പെണ്ണുങ്ങൾ റസൂലുള്ളാഹിക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങളടക്കം കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ടും സൗദയെ കെട്ടി തന്നെക്കളെ. അതെന്താണ്? അതാണ് കനിവ്. കനിവ് എന്ന് പറയാം. അതാണ് ഇവിടെ മതം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു ഇക്വാലിറ്റി സൊസൈറ്റിയിൽ ഉണ്ടായി. എന്തുകൊണ്ട്? കുഴങ്ങിയവനെ കുഴങ്ങാത്തവൻ പരിഗണിച്ചു, ഫിസിക്കലി കഴിവില്ലാത്തവരെ കഴിവുള്ളവർ പരിഗണിച്ചു. അങ്ങനെ മതം കുഴപ്പമില്ലാത്ത സൊസൈറ്റിയിൽ കൊണ്ടുപോയി. അതാണ് 19-ാം നൂറ്റാണ്ടോട് കൂടെ യൂറോപ്പ് അട്ടിമറിച്ചത്. അതിപ്പോൾ മലബാറിലേക്കും കയറി. ഇപ്പൊ വിളിച്ച് വെറുതെ കൂവാണ്, ഒരർത്ഥം ഇതിനില്ല. ഇൻഷാ അല്ലാഹ് ആയിഷ ബീവിയുടെ വിവാഹം അടക്കം ചർച്ച നമ്മളെ നിറവെന്ന പുസ്തകത്തിന് ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിച്ചാൽ എഴുത്തൊക്കെ കഴിഞ്ഞു ഏകദേശം. അതിന് മറ്റു ചില വർക്കുകളേ ഉള്ളൂ. നമുക്ക് ദുആ ചെയ്യും. പുണ്യ റസൂൽ സല്ലല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂലാണ്. അതന്നെ നിറവ്. അപ്പൊ ഫെമിനിസ്റ്റുകൾ ചെയ്തു കൂട്ടിയത് സ്ത്രീകളുടെ മേൽ മനുഷ്യത്വമില്ലായ്മയാണ്. ഒരു മനുഷ്യത്വം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മതങ്ങൾ കൊണ്ടുവന്നത് അവർക്ക് എല്ലാവിധ പരിഗണനയും കൊടുത്തിട്ട് ഒരു തരം സന്തുലിതാവസ്ഥ സമൂഹത്തിൽ മതം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. മതമുള്ള കാലത്തോളം അത് നഷ്ടപ്പെടില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. മതമുള്ള കാലത്തോളം നഷ്ടപ്പെടില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടുകയില്ല. മതമുള്ള കാലം നഷ്ടപ്പെടില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരിക്കലും നഷ്ടപ്പെടില്ല. മതം ഉണ്ടാവണം, നഷ്ടപ്പെടില്ല. മനസ്സിലായോ? പറഞ്ഞു, മതമുണ്ടെങ്കിൽ നഷ്ടപ്പെടില്ല, മതം ഉണ്ടാവണം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മാന്യത കിട്ടൊരു വർത്തമാനം പറയില്ല, ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. മതം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, മതമുണ്ടെങ്കിൽ ഉണ്ടാവുകയേയില്ല. ഉണ്ടാവുന്നില്ല, ഒന്നും ഉണ്ടാവില്ല. 2000 മുതൽ 2025 വരെ എൻ്റെ ആയിരക്കണക്കായ ശിഷ്യന്മാരുടെ മടയിൽ ഞാനുണ്ട്, കോഴിക്കോട്ടുണ്ട്. 2000 ഒരു ധാരണ പറഞ്ഞത്, ഇതൊരു ധാരണമാണ്, ഇതൊരു മാനദണ്ഡമല്ല, ഒരു ധാരണ. ഒരു ധാരണം നിങ്ങളുടെ മുന്നിലൊരു ധാരണ പറഞ്ഞുതരാം. ഞാൻ 2000 മുതൽ 2025 വരെയുള്ള ഈ കാലം നിങ്ങളെ കൂടെ ഉണ്ട്. പലപ്പോഴും നിങ്ങളെ വീട്ടിലൊരു നിങ്ങളെ കുടുംബത്തിൻ്റെ സുഹൃത്ത്, നിങ്ങൾക്ക് എന്ത് വന്ന് പറയാവുന്ന ഒരു ഉസ്താദ്, ഇവിടെ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ നടുവിൽ ഈ 25 കൊല്ലത്തിനുള്ളിൽ ഒരാളെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്ത് ചരിത്രം ഉണ്ടാവില്ല. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് പറയാൻ കഴിയില്ല. മൈക്കിലൂടെ വിളിച്ചറിയില്ല, ഒരാൾക്ക് പറയാൻ കഴിയില്ല, ഒരാൾക്ക് പറയാൻ കഴിയില്ല. അഥവാ ഒരു വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ പെണ്ണാണ് ഫോൺ എടുത്തെങ്കിൽ അവൻ്റെ പേര് ചോദിക്കും, അവനെവിടെ പോയി, ടോയ്ലറ്റിലാണ്, എന്നാൽ ഒന്നെനിക്ക് വിളിക്കാൻ പറയാം, ബസ് അവിടെ കട്ട് ചെയ്യും. രണ്ടാമത്തെ വാക്ക് അറിയില്ല. 25 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ മുന്നിൽ ഞാനുണ്ട്. എന്താ നമ്മളതിനെ പ്രേരിപ്പിക്കുന്നത്? പറ, മതം. അല്ലാതെ എന്ത് മതം എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? ഇത് സത്യ. നിങ്ങൾ ഇപ്പോഴും എൻ്റെ അടുത്ത് വരാനുള്ള കാരണം അതാ. നിങ്ങൾ വരില്ല, നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ പലതും കേൾക്കും. ഖാസിമി ഒരു ചൂടനാണ്, ആരൊക്കെ പറ്റി പറയാൻ ലൈസൻസ് ഇല്ല. ഒക്കെ ശരിയാണ്. ഞാൻ ലൈസൻസ് ഇല്ലാതെ പറയും. ലൈസൻസ് ഉള്ളവർ ഇവിടെ നിലക്കണമെങ്കിൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പറയാൻ കഴിയും. അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല, പറയാനേ കഴിയില്ല, ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ മൈക്കെ കൂടെ വിളിച്ചു അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. എന്തേ നമ്മളതിനെ പ്രേരിപ്പിച്ചത്? മതം തന്നെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ്. രണ്ടാമത്തെ കല്യാണം ഞാൻ കഴിച്ചിട്ടുണ്ട്. അതെന്തേ? എൻ്റെ മതം എനിക്ക് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ മതം, എൻ്റെ ദീനം നിലനിർത്താൻ വേണ്ടി എൻ്റെ മതം എനിക്ക് നൽകിയതാണ്. കല്യാണം അന്വേഷിച്ചവർ, കല്യാണം നിശ്ചയിച്ചവർ, കല്യാണത്തിൽ കൂടിയവർ, നിക്കാഹിന് കൂടിയവർ, ഡസൻ കണക്കിന് ആളുകൾ ഇപ്പം ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴോടെ വന്നത്. അതിനൊന്നും ഒരു അവിശുദ്ധത കണ്ടെത്താനില്ല. പറയാനേ ശത്രുക്കൾ പോലും പറഞ്ഞില്ല, പറയാൻ കഴിയില്ല. അപ്പോൾ മതമുള്ളത് കൊണ്ട് എല്ലാം നിലനിൽക്കും. ആ പെണ്ണിൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ്. ഇന്ന് വരെയുള്ള എല്ലാ പ്രസംഗത്തിലും ഞാൻ എൻ്റെ ഉമ്മക്കാണ് ഞങ്ങൾ കാണിച്ചു. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഉമ്മയാണ്. എന്താ വരുന്നവൻ എന്താ ബന്ധം എന്താണ്? ദീന് അല്ല എന്താ ബന്ധം? അല്ലേ പറയും മനുഷ്യന്മാര്. ദീന് അല്ല എന്താ ബന്ധം? ഭാര്യയുടെ ഉമ്മ നമ്മളെ ഉമ്മയാണ്, ഭാര്യയുടെ വാപ്പ നമ്മളെ വാപ്പയാണ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായി നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരാണ്. അപ്പം അവര് വാക്ക്, എൻ്റെ ഭാര്യയെ ഞാൻ ഷൗട്ട് ചെയ്യുന്നതും എൻ്റെ ഭാര്യ എന്നെ ഷൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും അവിടെ നിന്നിട്ടായിരിക്കും. കുടുംബമാണെങ്കിൽ അങ്ങനെയാണ്. കുടുംബാകുമ്പോൾ സ്വഭാവം ചോച്ച ഉയർത്തി പലരും സംസാരിക്കും. നിങ്ങൾ പണ്ട് വയറ് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ മിണ്ടൂല. ശരിയാണ്, വയറും ജീവിതവും രണ്ടാണ്. വയറ് പോലെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കും. എൻ്റെ ഭാര്യ എന്നെ ഷൗട്ട് ചെയ്യുന്നതും ഞാൻ ഭാര്യയെ ഷൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭാര്യ എന്നോട് ഷൗട്ട് ചെയ്യുന്നതിൻ്റെ ഈ ചെയ്തതിൻ്റെ 10% പോലും ഞാൻ തിരിച്ച് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ വളരെ ഒച്ചതായിട്ട് സംസാരിക്കുള്ളൂ. എന്തോ അത് വലിപ്പത്തരം പറയല്ല, ചെറുപ്പത്തിൽ. പക്ഷെ സത്യമാണത്, സത്യമാണ്. എന്തുകൊണ്ട്? നമുക്കത് അറിയാം. അവർക്ക് അർഹതയുണ്ട്. നമ്മൾ നേരെ മറിച്ച് വീട്ടിൽ നിന്ന് പോന്നാൽ നമ്മൾ വീട് മറക്കും. നമ്മൾക്ക് 100,000 പ്രശ്നങ്ങൾ. അവർക്ക് നമ്മളെ മറക്കൂല. അപ്പോൾ അവർ ഫോൺ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഷൗട്ട് ചെയ്യും. നമുക്ക് ഫോൺ ചെയ്തോന്ന് പോലും നമ്മൾ മറന്നു പോകും. കാരണം അത്രയും പ്രശ്നങ്ങൾ നടുവിൽ നമ്മളുണ്ടാവുക. അപ്പം ഇന്ന് ഞാൻ നേരെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ അവസ്ഥകൾ കണ്ടല്ലോ. പല ആളുകളും പലതും നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ പലതും ചെയ്യേണ്ടി വരും. അതോടുകൂടെ നമ്മൾ മറക്കും. ആരെ മറക്കും? കുടുംബം മറക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകണമല്ലോ എന്ന് ഓർക്കുക. അല്ല, സത്യമല്ലേ പക്ഷേ നമ്മൾ മറന്നു. അപ്പൊ വൈകുന്നേരം വന്നാൽ അവര് നമ്മളെ ചൂടാവും. എന്താ ഫോൺ ചെയ്താല് നമ്മൾ കേൾക്കണം. എന്തുകൊണ്ട്? അവർ പറഞ്ഞ ശരിയാണ്. അവരെ മനസ്സിൽ ആരേ ഉള്ളൂ? നമ്മളേ ഉള്ളൂ. നമ്മളെ മനസ്സിൽ അവരില്ല തന്നെ. നമ്മളെ മനസ്സിൽ അവരാക്കി തന്നാൽ നമുക്ക് നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഷൗട്ട് ചെയ്യാണ് ആര്? ഭാര്യ. ഇത് കേട്ടുകൊണ്ടാണ് ഭാര്യയെ കുറിച്ച് ആക്ഷേപം പറയാനുള്ള കയറി വരുന്നത്. അയാൾ പകുതി വൈകുന്നു മടങ്ങിപ്പോയി. അപ്പൊ കണ്ടു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ അവിടെ ഇല്ല, ഇത്ര പ്രശ്നം എന്റെ അവിടെ ഇല്ല. ഞാൻ എന്റെ ഭാര്യയുടെ പ്രശ്നം കൊണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. നോക്കുമ്പോ നിങ്ങളോട് പെരും പ്രശ്നം. അപ്പൊ പറഞ്ഞു അവർക്ക് അർഹതയില്ല, അവർക്ക് ബാധ്യതയില്ലാത്ത പലതും അവർ ചെയ്ത് നമ്മളെ സഹായിക്കണില്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞാൽ കേട്ടേ മതിയാകും. നമ്മളെ കുട്ടികളെ പോറ്റല്ല, അവർക്ക് ബാധ്യതയില്ല. പക്ഷെ നമുക്ക് വേണ്ടി അവർ ചെയ്യാണ്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരല്ല, അവർക്ക് ബാധ്യതയില്ല, അവരത് ചെയ്തു തരുന്നതാണ്. അപ്പൊ അവർക്ക് ബാധ്യതയില്ലാത്ത പല കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ചെയ്തു തരുമ്പോൾ അവർ പറയുന്ന കുറെ വാക്കുകൾ ദേഷ്യപ്പെട്ടൊക്കെ കേൾക്കാൻ നമ്മളെയും ബാധ്യത തന്നെയാണ്. നമ്മളും താഴ്ന്നു കൊടുക്കണം. മനസ്സിലായില്ല? ബൈസന്റിയൻ റോമനാധിപതികളുടെ തറവാടിന്റെ കൊട്ടാരത്തിന് ആട്ടിക്കലിളക്കിയ ആളെ വർത്താനപ്പി പറയണത്. അത് ആണുങ്ങളോട് മുട്ടിനോടുത്ത് മെമ്മറാണ്, പെണ്ണുങ്ങൾ തെറ്റിയാലോ പൂച്ചയാണ്. ഈ ഫെമിനിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ വല്ല എടുത്തിട്ടുണ്ടോ? അപ്പൊ പെണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാന്യമായി അതിന്റെ ഇടയിൽ വലിയ മോശക്കാരുണ്ടാവില്ലേ? മോശക്കാരുടെ ഇതിനുള്ള മതം, ഇതിനുള്ള കളി. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار